ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് പരേഡ്. കുന്നംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുക. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നു. ഉമേഷ്, പറയൂ. അഞ്ജു, തിരിച്ചറിയൽ പരേഡ് രാവിലെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കുന്നംപുറം മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത് എപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്നുള്ളത്. സാധാരണഗതിയിൽ കോടതി നടപടികൾ, അതായത് കുന്നംപുറം കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും മജിസ്ട്രേറ്റ് വരിക എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. പ്രതി അമീറുൽ ഇസ്ലാമുമായി രൂപസാദൃശ്യമുള്ള 10ഓളം പേരെയാണ് തിരിച്ചറിയൽ പരേഡിനായി നിർത്തുക. അതേസമയം സാക്ഷികളെ പോലീസ് ജില്ലാ ജയിലിലേക്ക് എത്തിക്കും. ജില്ലാ ജയിലിൽ വെച്ചാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത്. സാക്ഷികൾ എന്ന് പറയുന്നത് ഈ സംഭവ ദിവസം, ജിഷയുടെ കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് ഒരു യുവാവിനെ കണ്ടു എന്ന് പറയുന്ന 3 സ്ത്രീകൾ, ഇയാൾ ചെരുപ്പ് വാങ്ങിയ ആ കടയുടെ ഉടമ, പിന്നീട് ഈ ചെരുപ്പ് തിരിച്ചറിഞ്ഞ അമീറുൽ ഇസ്ലാമിൻ്റെ റൂമിൽ താമസിക്കുന്ന 2 പേർ, ഇയാളെ ഇരിങ്ങോൾക്കാവിന് സമീപം വെച്ച് അന്നേ ദിവസം കണ്ടു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ, അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമ ജോർജ് തുടങ്ങിയവരെയാണ് സാക്ഷികളായി തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരുന്നത്. ഇവർ ഓരോരുത്തരെയായി വിളിച്ചായിരിക്കും ഈ പരേഡിലെ ഈ പ്രതിയെ തിരിച്ചറിയുന്നതിനായി ഓരോരുത്തരെയായിരിക്കും വിളിപ്പിക്കുക. ഇതിനുശേഷം ഈ നടപടികൾ, തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. കുറുപ്പംപടി കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ പ്രതിയെയും കൊണ്ട് കുറുപ്പംപടി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. തുടർന്നായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുന്നതെങ്കിൽ 5 മണിക്ക് അകം പൂർത്തിയാക്കിയാൽ മാത്രമേ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസിന് സമർപ്പിക്കാനാവൂ. ഇല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുക. ഉമേഷ്, ജിഷ കൊലപാതക കേസിന്റെ ഒരു നിർണായക ഘട്ടം എന്ന് തന്നെ ഈ തിരിച്ചറിയൽ പരേഡിനെ വിശേഷിപ്പിക്കാം. ചില ഊഹാപോഹങ്ങളും മൊഴികളും ഒക്കെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയല്ലേ? ഇനി അന്വേഷണത്തിന്റെ ഗതി ഏത് രീതിയിലേക്കാകും മാറുക? ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന്. കാരണം പ്രതിയെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. കാരണം ബാക്കിയുള്ള തെളിവുകളെല്ലാം പോലീസ് സമാഹരിച്ചു. DNA പരിശോധനയിലടക്കം അമീറുൽ ഇസ്ലാം തന്നെയാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. എന്നാൽ ഇയാളെ മാധ്യമങ്ങൾക്ക് മുൻപാകെ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും തന്നെ ഇയാളുടെ മുഖം വെളിവാക്കുന്ന ഒന്നും പോലീസ് ചെയ്തിട്ടില്ല. അതിന് കാരണം ഈ പഴുതടിച്ച രീതിയിലായിരിക്കണം അന്വേഷണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രധാനം ഇയാളെ മറ്റുള്ളവർ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. കാരണം DNA പരിശോധനയിൽ ഇയാളാണ് പ്രതിയെ എന്ന് മനസ്സിലായെങ്കിലും അന്നേ ദിവസം, കൊലപാതക ദിവസം, ഈ ജിഷയുടെ വീടിന് സമീപത്തുനിന്ന് കണ്ടത് ഇയാളെ തന്നെയാണ് എന്ന് സാക്ഷികൾ തിരിച്ചറിയണം. അതിനാണ് സാക്ഷികളെ ഇന്ന് തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരുന്നത്. അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായി പിന്നീട് കോടതിയിൽ അക്കാര്യങ്ങൾ വിവരങ്ങൾ അറിയിക്കുക മാത്രമാണ് പോലീസിന് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഉമേഷ്, ആദ്യമേ തന്നെ ADGP വ്യക്തമാക്കിയതാണ് ഇന്ന് തിരിച്ചറിയൽ പരേഡ് ഉള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാകാത്ത തുടർ നടപടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഇതിനു ശേഷം, തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത അതുണ്ടാകുമോ? തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല. കാരണം പിന്നീട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുകയാണ് വേണ്ടത്. കാരണം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെങ്കിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രതിയെ വിചാരണ കോടതിയിൽ, അതായത് കുറുപ്പംപടി കോടതിയിൽ പ്രതിയെ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ ഒരുപക്ഷെ പ്രതിയുടെ മുഖം മൂടുന്ന പ്രവൃത്തി ഒരുപക്ഷെ പോലീസ് അവസാനിപ്പിച്ചേക്കും. പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിൽ ഇയാളെ മുഖം മൂടാതെ തന്നെയായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ ആ സമയം കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയതിന് ശേഷം മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതിയെ തിരിച്ചറിയാനാവുക, അല്ലെങ്കിൽ അയാളുടെ മുഖം മൂടി മാറ്റുന്നത് ആ സമയത്തായിരിക്കും. വ്യക്തമാണ്. ജിഷ കൊലപാതക പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണ പദ്ധതി അട്ടിമറിച്ചത് മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന ആരോപണവുമായി മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി തൊഴിൽ വകുപ്പ് പിന്മാറിയെന്നും S. ജയമോഹൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു.
ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ പഞ്ചായത്തിൽ 2013 നടക്കുകയും ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിരലടയാളവും രക്തപരിശോധന വരെ നടത്തിക്കൊണ്ടുള്ള സമഗ്ര സർവേ നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തൊഴിൽ മന്ത്രി കൂടി പങ്കെടുത്ത് തീരുമാനിച്ചത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നുവെന്ന് മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പറഞ്ഞു. അങ്ങനെ എല്ലാ തൊഴിലാളികളെയും കൊല്ലം ജില്ലയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കേരളത്തിലാകെ അന്യ സംസ്ഥാനക്കാർക്ക് പ്രത്യേകമായ രജിസ്ട്രേഷൻ ക്ഷേമനിധി എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ ചെയ്താൽ ഓഫീസ് നോക്കി തന്നെ നമുക്ക് രേഖ വെച്ചവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ സ്ഥിതി ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഷിബു ബേബി ജോണുമാണ്. പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിഷ കൊലക്കേസിൽ അന്വേഷണത്തിൽ പോലീസിന് സഹായകരമായേനെ. തൊഴിലാളികളുടെ ചിത്രം, മേൽവിലാസം, രക്തഗ്രൂപ്പ്, രോഗനിർണയ വിവരം, വിരലടയാളം, രക്ഷിതാക്കളുടെ വിവരം, തൊഴിൽ ദാതാവ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയവയാണ് ഹെൽത്ത് കാർഡിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 40,000 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. കൊല്ലം ജില്ലയിൽ മാത്രം 1,00,000-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകാമെന്നാണ് അനൌദ്യോഗിക കണക്ക്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിറിയൻ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ചാവേർ ആക്രമണം. ബാവ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാവയുടെ ജന്മനാടായ സിറിയയിലെ ഖാമിഷ്ലി ജില്ലയിലെ ഖാദിയിൽ വെച്ചാണ് ആക്രമണം നടന്നത്. ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ചെത്തിയ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ ബാവയുടെ സംരക്ഷണ ചുമതലയുള്ള അംഗരക്ഷകർ ശക്തമായി ചേർത്ത് നിന്നതിനാൽ ആക്രമിക്ക് ബാവയുടെ അടുത്തെത്താനായില്ല. ആക്രമണത്തിൽ ചാവേറിനൊപ്പം ബാവയുടെ അംഗരക്ഷകരിൽ ഒരാളും കൊല്ലപ്പെട്ടു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ IS ഭീകരരുടെ ശക്തി കേന്ദ്രമാണ് ഖാമിഷ്ലി. 1915 നടന്ന സെയ്ഫോ കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ അനുസ്മരണ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. സിറിയൻ ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ നടന്ന ചാവേർ ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അപലപിച്ചു. ബാവയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുഴുവൻ പേരുടെയും ഉത്കണ്ഠയിലും ആശങ്കയിലും പങ്കുചേരുന്നു. അത്യന്തം ദുഃഖകരമാണ് സിറിയയിലുണ്ടായ അനിഷ്ട സംഭവമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കാനുള്ള CPIM പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയ്ക്കുള്ള മറുപടി, ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തൽ തുടങ്ങിയവയാണ് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്നലെ കൊണ്ട് ചർച്ചകളൊക്കെ പൂർത്തിയായി. ഇനി ചർച്ചയ്ക്കുള്ള മറുപടിയാണ് വേണ്ടത്. യോഗം പുരോഗമിച്ചോ? അഞ്ജു, കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കുന്നതിനുള്ള പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടായത്. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഹകരണം, ആ രീതിയിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടിയുടെ നയവുമായി യോജിച്ചതാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് കൂടുതലായും ഉയർന്നു വന്നത്. അത്തരത്തിൽ ഈ ബംഗാൾ ഘടകത്തിനെതിരെ ചില വിമർശനവും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. പാർട്ടി നയത്തിന് യോജിക്കാത്ത തരത്തിലാണ് ബംഗാൾ ഘടകം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത് എന്നുള്ള വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായത്. പശ്ചിമ ബംഗാൾ ഘടകമാകട്ടെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ വിതരണം ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച കാര്യം, പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമോ ധാരണയോ അല്ല ഉണ്ടായത്, മറിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭീഷണി ചെറുക്കുന്നതിനായി ജനങ്ങളുടെ ഒരു മുന്നേറ്റമുണ്ടായി. അതിൻ്റെ ഭാഗമായി മാറുക മാത്രമാണ് ചെയ്തത്. അത് ഒരു സഹകരണം മാത്രമായിരുന്നു എന്നാണ് പശ്ചിമ ബംഗാൾ ഘടകം നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തയ്യാറായിട്ടില്ല. പകരം ഇത് ഈ രാഷ്ട്രീയ തന്ത്രം പാർട്ടി നയത്തിന് യോജിച്ചതല്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അതിനുള്ള മറുപടി തയ്യാറാക്കുകയാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ ചുമതല. ഇതിനുശേഷം ഇതിനുള്ള മറുപടി കേന്ദ്ര കമ്മിറ്റിയിൽ പറയും. പിന്നീടുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ അജണ്ട നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലും അതോടൊപ്പം തന്നെ ചില സംസ്ഥാന വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്തതിന് ശേഷം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയോടുകൂടി സമാപിക്കും. അഞ്ജു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മതേതര യോഗം നടത്തിയതിനു പിന്നാലെ CPIM താഴെത്തട്ടിലേക്ക് യോഗ വ്യാപിപ്പിക്കുന്നു. CPIM നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ അക്കാദമിയിലൂടെയാണ് ചേതന യോഗ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് 21-ന് നിർവഹിക്കും.
ചേതന യോഗ എന്ന പേരിലാണ് സാർവദേശീയ യോഗാ ദിനമായി എല്ലാ ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടത്തുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ബീച്ചിൽ വെച്ച് നിർവഹിക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗമുക്തമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഈ അസോസിയേഷനിലെ അംഗങ്ങളെല്ലാം തന്നെ പാലിയേറ്റീവ് കെയർ രംഗത്ത് ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കായിക പരിശീലനത്തിലൂടെ സ്നേഹവും മതസൗഹാർദ്ദവും സമാഹാരവും വളർത്തിയെടുക്കുക, അങ്ങനെ ദേശീയോദ്ഗ്രഥത്തിന് എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. യോഗയുടെ തുടർ പഠനത്തിനായി സിലബസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ്. കണ്ണൂരിൽ നടത്തിയ മതേതര യോഗയിൽ എല്ലാ മതസ്ഥർക്കും യോജിച്ച 35 ആസനങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൊല്ലത്ത് യോഗാ ദിനത്തിൽ 1000 പേർ പങ്കെടുക്കും. ചടങ്ങിൽ കൊല്ലം ബിഷപ്പ് സ്റ്റാൻലി റോമൻ, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, ആരോഗ്യ, കലാ, കായിക, സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കും. മറ്റു ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിന്റെ നികുതി വരുമാനം 20% ഉയർത്തുമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക്. വ്യാപാര സ്ഥാപനങ്ങളിലെ നികുതി തട്ടിപ്പ് തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കും. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും ധനകാര്യമന്ത്രി ദില്ലിയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമാണ് ദില്ലി. 24% ദില്ലിയിലെ റവന്യൂ വരുമാന വർധനവ്. ഇതിനായി ദില്ലിയിൽ നടപ്പാക്കിയ പദ്ധതി ചർച്ച ചെയ്ത് ധനകാര്യമന്ത്രി തോമസ് ഐസക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഉപഭോക്താക്കളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കൊണ്ട് ഡിജിറ്റൽ മേഖലയുടെ സാങ്കേതികത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നികുതി തട്ടിപ്പ് തടയുക. വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താവിന് ബിൽ കൊടുക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ മുഖാന്തരം ബില്ലിന്റെ കോപ്പി നികുതി വകുപ്പിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. ഉപഭോക്താവിനും ബില്ല് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നികുതി ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. ബിൽ അപ്ലോഡ് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ സ്ക്രാച്ച് ആൻഡ് വിന്നിന് സമാനമായ സമ്മാന പദ്ധതിയും സർക്കാർ നടപ്പിൽ വരുത്തും. കമ്പ്യൂട്ടർ തന്നെയാകും അപ്ലോഡ് ചെയ്യപ്പെടുന്ന ബില്ലുകളിൽ നിന്നും വിജയിയെയും നറുക്കെടുക്കുക. ഉപഭോക്താവും വ്യാപാര സ്ഥാപനവും നൽകുന്ന ബില്ലുകൾ ഒന്നായിരിക്കണമെന്നതിനാൽ വ്യാപാരികൾക്ക് ബില്ല് മാറ്റി എഴുതി നികുതി തട്ടിപ്പും നടത്താനാകില്ല. നികുതി വരുമാന വർധനവ് 20% ഉയർത്തുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. ഏതായാലും നികുതി പിരിവ് 3-ാം മുറയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല, മറിച്ച് ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് കേരളത്തിലെ നികുതി വരുമാനം UDFന്റെ ഭരണകാലത്ത് 10-15% 20% ഉയർത്തുക തന്നെ. ഇതിനുള്ള പ്രത്യേക നിയമനിർമ്മാണവും ഈ വർഷം തന്നെ നടത്തും. പുതിയ ശാസ്ത്രീയ രീതികൾ നടപ്പാക്കുന്നതോടെ നികുതി തട്ടിപ്പ് തടയുന്നതിനുള്ള കടപരിശോധനയും ഒഴിവാക്കാനാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. കുട്ടികളെയും മുതിർന്നവരെയും നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് തിരുവങ്ങാടുമുളയിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു. മഴക്കാലം ഭീതിയുടെ കാലമല്ല. ഇനി പുഴയും വെള്ളവും ഭീതിയുടെ ഉറവിടങ്ങളുമല്ല. പയ്യാവൂരിലെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വെള്ളം പ്രതീക്ഷയുടെ പുത്തനുണർവ് നൽകുന്നതാകാൻ പരിസ്ഥിതി സൗഹാർദ്ദത്തോടെ മുന്നോട്ട്. അതാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജലം ഭീതിയല്ല ജാഗ്രതയാണ് ആവശ്യം എന്ന ജലസൗഹൃദ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കണ്ണൂർ തിരുവങ്ങാട് മുളിയിൽ നടന്ന ജലസൗഹൃദ ക്യാമ്പയിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 250 പ്രാദേശിക കുളങ്ങളിലാണ് സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരിശീലനം നൽകും. അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ, നീന്തൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S രാജീവ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. നീന്തൽ രംഗത്തെ പ്രഗത്ഭരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്ത് തന്നെ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിലൊന്നാണ്. മാനന്തവാടി മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തി ആണ് OR കേളു ഇവിടെ ജയിച്ചത്. ആരോഗ്യ ആദിവാസി മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് മാനന്തവാടി MLAയുടെ പ്രാഥമിക പരിഗണന. തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായുള്ള ദീർഘകാലത്തെ പരിചയം MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുമെന്നാണ് OR കേളു കരുതുന്നത്. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ കൈവിട്ട് മണ്ഡലം തന്നിൽ വിശ്വാസമർപ്പിച്ചത് നല്ലൊരു മാറ്റത്തിനു വേണ്ടിയാണെന്ന് MLA പറയുന്നു. കാലങ്ങളായി അവഗണന നേരിടുന്ന ജില്ലാ ആശുപത്രിയുടെ വികസനം, പട്ടികവർഗ വിഭാഗക്കാരുടെ ഭൂമി ഭവന സംബന്ധിയായ പ്രശ്നങ്ങൾ, PK കാളൻ കോളേജ്, ദ്വാരക പോളിടെക്നിക് തുടങ്ങിയവയ്ക്ക് അദ്ദേഹം പ്രാഥമിക പരിഗണന നൽകുന്നു. മാനന്തവാടി നഗരവികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുമെന്നും മാനന്തവാടിയുടെ പുതിയ MLA പറയുന്നു. മാനന്തവാടി നഗരം ടൗൺ അതിൻ്റെ ബൈപ്പാസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഗതാഗത തടസ്സം പോലെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
അത്തരം കാര്യങ്ങൾ പരിഹരിക്കണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള ശാസ്ത്രീയ പദ്ധതികൾ വന്യമൃഗശല്യം പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മാനന്തവാടിക്കുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഊന്നിയാണ് മാനന്തവാടിയുടെ MLAയുടെ വികസന കാഴ്ചപ്പാട്. വരും കാലം മാനന്തവാടിയുടെ വികസന കാലമെന്നതിൽ ഉറച്ച ആത്മവിശ്വാസമാണ് ഓവർകേളുവിനുള്ളത്. അനൂപ് ഖയാർ, വയനാട്. മൺകട്ടയിൽ നിർമ്മിച്ച പുല്ലുമേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിൽ ജീവിതം തള്ളി നീർക്കുകയാണ് 3 പതിറ്റാണ്ടായി കാസർഗോഡ് അദൂരിലെ ചന്ദ്രന്റെ കുടുംബം. ചെർക്കള ജാൾസൂർ അന്തർസംസ്ഥാന പാതയോരത്തെ പുറമ്പോക്കിൽ കഴിയുന്ന ചന്ദ്രന്റെ കുടുംബം പട്ടയഭൂമിക്കും സുരക്ഷിത വീടിനും വേണ്ടി അധികൃതരുടെ കാരുണ്യം തേടുകയാണ്. കൂലിപ്പണിയെടുത്താണ് ഈ കുടുംബം നിത്യവൃത്തിക്ക് വഴി കണ്ടെത്തുന്നത്. ചെങ്കൽ ക്വാറികളിൽ ദിനവേതനത്തിന് കൂലിപ്പണിയെടുക്കുന്ന ചന്ദ്രനും കർഷക തൊഴിലാളിയായ ഭാര്യ സരോജിനിക്കും 3 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് സുരക്ഷിതമായ വീടും കിടപ്പാടത്തിന് പട്ടയവും. കുടുംബസ്വത്തൊന്നും ഇല്ലാതിരുന്ന ചന്ദ്രൻ വിവാഹത്തിന് ശേഷം ഭാര്യയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കുവാൻ കണ്ടെത്തിയത് ചെർക്കള ജാൾസൂർ അന്തർസംസ്ഥാന പാതയുടെ ഓരത്തെ പുറമ്പോക്ക് ഭൂമിയാണ്. പുല്ലുമേഞ്ഞ കൂര കെട്ടി അവിടെ താമസം തുടങ്ങി. ചോരുന്ന കുടിലിനെ രക്ഷിക്കാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ടാർപ്പായി ഉപയോഗിക്കുകയാണ്. മുറ്റത്തോട് ചേർന്നുള്ളത് കേരള റിസർവ് വനമാണ്. ഇഴജന്തുക്കൾ മുതൽ കാട്ടാനകൾ വരെ ഭയപ്പെടണം. 2001 തുടങ്ങിയതാണ് കിടപ്പാടത്തിന് പട്ടയത്തിനായുള്ള ചന്ദ്രന്റെ നെട്ടോട്ടം. സ്ഥലമില്ലാത്തതിനോട് വീട് തരുന്നില്ല എന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു അനുകൂലം നമുക്ക് ഇല്ല. കൂലിപ്പണിയെടുത്തിട്ട് പിന്നെ ഒരു വീട് വെക്കാൻ പറ്റില്ലല്ലോ. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക വീട്ടു നമ്പർ നൽകിയതിനാൽ കുടിലിന് വൈദ്യുതി ലഭിച്ചു. പട്ടയമില്ലാത്തതിനാൽ വീട് ലഭിച്ചില്ല. കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വീട് നിർമ്മിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. 3 കുട്ടികളുണ്ട് ഈ ദമ്പതികൾക്ക്. എന്നെങ്കിലും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രന്റെ കുടുംബം. അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ ഈ കുടുംബം താമസം തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. ഇവരുടെ കൈവശ ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. സർക്കാരിൽ നിന്നും കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രനും കുടുംബവും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.